എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പയർ മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഏത് പയർ കിട്ടിയാലും ഈ ഒരു രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. അതിനായിട്ട് ഞാൻ കുറച്ച് പയറെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് പേരെനിക്കറിയില്ല. കഴുകി വൃത്തിയാക്കിയ ശേഷം ഇത് നമ്മൾ ബീൻസൊക്കെ പയറുണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു നാര് കാണില്ലേ, അതുപോലെ തന്നെ ഇതിനും നാരുകളുണ്ട്. ആ നാരൊന്ന് എടുത്ത് കളയണം. അതുപോലെ തന്നെ ഈ പയർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഒരുപാട് വിളഞ്ഞ പയർ എടുക്കരുത്, ഒരു ചെറിയ കൈപ്പരസം പോലെ വരും. അതുകൊണ്ട് തന്നെ വിളയാത്ത രീതിയിലുള്ള പയറുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ രണ്ട് സൈഡിലെയും ആ നാരുകൾ നമുക്ക് മാറ്റിയ ശേഷം ഇതിനെ അരിഞ്ഞെടുക്കാവുന്നതാണ്. നമുക്കിഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം. ഞാനിപ്പം കുറച്ച് ചെറിയ രീതിയിൽ തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത്. കുറച്ച് വിളഞ്ഞ പയറിൻ്റെ ആ ഒരു അരികൾ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പത്തേക്ക് ഞാനൊരു പാൻ വെച്ചു. ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഏതാണോ അത് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ മാത്രം പെരുംജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെരുംജീരകം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. ഇതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, അതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴച്ചെടുക്കാവുന്നതാണ്. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2-3 സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറുണ്ടല്ലോ, ആ പയറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്നുകൂടെ ഈ പയർ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. പയർ ഇപ്പോൾ നല്ലതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 ടീസ്പൂണൊക്കെ മതി കേട്ടോ. അതിൽ കൂടുതൽ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം. ഞാനിതിലേക്ക് ഇനിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് ഇനി തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്നിടം വരെ നമുക്കൊന്ന് വഴച്ചെടുക്കാം. ഇപ്പം തന്നെ ഏകദേശം പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ പയറൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റിൽ നമുക്കൊരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇത്രയും മാത്രം മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പയർ തന്നെയാണ് കേട്ടോ, പയർ മസാലയാണേ. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയൊരു പയർ മസാല തന്നെയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.